രണ്ടാളും കൂടെ എങ്ങോട്ടാ? എടോ ഞങ്ങള് തന്റെ ബസാറിലേക്ക് വന്നോണ്ടിരിക്കായിരുന്നു. ഒരു ഡിസ്കൗണ്ട് കാർഡ് കിട്ടിയിട്ടുണ്ടേ. ഈ കാർഡ് കാണിച്ചാൽ 30% കിഴിവുണ്ട്. എത്ര? ശീതള, തനിക്ക് പണി കിട്ടി. 8ന്റെ പണിയാ കിട്ടിയിരിക്കണേ. അയ്യോ, ഈ കാർഡുമായിട്ട് ഒരുപാട് പേര് കടയിൽ വന്നിരുന്നു. ഇതിന് ഡിസ്കൗണ്ട് ഒന്നുമില്ല, ഇത് പറ്റിപ്പ് കാർഡാണ്. തനിക്ക് ഇത് എങ്ങനെ സംഭവിച്ചു? തനിക്ക് എങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എനിക്കല്ല പറ്റിയത്. നിൽക്കണം, എന്ത് കണ്ടാലും അപ്പൊ ചാടി വീണോളൂ. അത്ര വിവരമുള്ള ആള് 300 രൂപ എടുത്ത് കൊടുത്തത് എന്തിനാ? അല്ലെങ്കിൽ എനിക്ക് അവിടെ ജീവിക്കാൻ പറ്റുമോ? നീ എന്നെ കിടത്തി ഉറക്കുവോ? കൊല്ലാക്കൊലയില്ലെന്നെ. ശീതള, തന്നെ പോലെ ജീവനി കൊതിയുള്ള ഭർത്താക്കന്മാരെ ഒരുപാട് പേര് കടയിൽ വന്നിരുന്നേ. നമ്മൾ ഇവിടെ നിന്നും അടുത്ത ഏത് ജില്ലയിലേക്കാണ് പോകുന്നത് അറിയാമോ? അത് സാറൊന്നും പറയാറില്ലല്ലോ. കൂട് വിട്ട് കൂട് മാറി കഴിഞ്ഞിട്ടല്ലേ നമ്മളൊക്കെ അറിയാറുള്ളൂ. ഇതും അതുപോലെ അറിഞ്ഞാൽ മതി. ഇതൊക്കെ ഒരു ട്രേഡ് സീക്രട്ട് അല്ലേ ലോലിത? അല്ലേ സാറേ? അതെ അതെ അതെ. സാർ ഇവിടെ അടുത്ത് മാത്രം എല്ലാം വിളിച്ച് പറയാറുണ്ടല്ലേ. കൂടെ പൊറുക്കുന്നവരെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. എപ്പോഴാണ് കഷ്ടകാലം വരിക എന്ന് അറിയില്ലല്ലോ. നോക്കി നിൽക്കാതെ എടുത്ത് നിറയ്ക്കണോ. രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം കോരിട്ട് അവസാനം വൈകിട്ട് കുട തുടങ്ങാൻ പരിപാടി ചെയ്യരുതെങ്കിൽ നീ ഫോൺ തുടരുത്. ഇതെന്തൊരു സമയം കേട്ട ചിരി. കുടം വീട് പൊട്ടിയാലെന്ത്? അതിലുള്ള വെള്ളം നഷ്ടപ്പെടാതെ നോക്കിയാ പോരെ. എന്ന് വെച്ചാ പണം നഷ്ടപ്പെടാതെ നോക്കിയാ പോരേന്ന്. എല്ലാം ഒന്ന് പെട്ടെന്ന് പാക്ക് ചെയ്യില്ല ഒരു ബാക്കി നമുക്ക് പാർസൽ അയക്കാം. എല്ലാം പെട്ടെന്ന് പാക്ക് ചെയ്യാം സാറേ. വയറ്റിലോട്ട് എന്തെങ്കിലും പാഴ്സൽ ചെയ്യണ്ടേ? എപ്പോ നോക്കിയാലും ഒരു വിശപ്പ്. പോസ്റ്റ്മാൻ ഇന്നത്തെ കളക്ഷനും കൊണ്ട് വന്നാലേ പോവാൻ പറ്റുള്ളൂ. എങ്കിലും വിളിക്ക്, വേഗം വരാൻ പറ. എവിടെ പോയി കിടക്കായിരുന്നു? ആകെ 210 ഡെലിവറി നടന്നുള്ളൂ. ആണോ? 50 എണ്ണം മടങ്ങി. അല്ല, ഇതൊക്കെ എങ്ങോട്ടാ കെട്ടിപ്പറക്കിട്ട് എങ്ങോട്ടാ പോണു? ഒന്ന് അടിക്കുമായിരിക്കുന്നു അത്ര മാത്രം. അല്ല, സ്ഥലം മാറുകയാണെങ്കിൽ എന്റെ ഏരിയയിലേക്ക് തന്നെ വരണം കേട്ടോ. വേറെ എവിടെ പോവല്ലേ? എവിടെ പോവാ? അല്ല, ഇപ്പഴാ ഒന്ന് പച്ച പിടിച്ച് വരണം, അതുകൊണ്ടാ. അതെങ്ങനെ? കുറെ നാളായി എന്റെ ഭാര്യ ഒരു LCD വേണം എന്ന് പറയും. ഇന്നലെ ഞാൻ അത് മേടിച്ചു കൊടുത്തു. പിന്നെ എന്റെ വീടൊക്കെ ഒന്ന് പെയിന്റ് അടിച്ചു. 14 കൊല്ലായിട്ട് നടക്കാത്തത് നിങ്ങളുടെ ഈ സ്ഥാപനം വന്നോടുകൂടി എല്ലാം ക്ലിയർ. നമ്മുടെ ഈ ഡിസ്കൗണ്ട് കാർഡ് കടയിൽ കാണിച്ചപ്പോഴേ കടയിൽ നിന്ന് വല്ല ഡിസ്കൗണ്ടും കിട്ടിയ LCDക്കും മറ്റേ പെയിന്റിനും ഒക്കെ. ഈ കാർഡ് അത് ശരി. അപ്പൊ ഞാൻ 2 കാലിൽ നടക്കുന്ന കണ്ടിട്ട് സഹിക്കണില്ല അല്ലേ? അത് കിട്ടിയില്ല. കാർഡ് ഇവിടെ ആരുമില്ല, എല്ലാരും പുറത്തു പോയി. ഞാൻ ശീതളൻ. നമസ്കാരം. നമസ്കാരം. എന്റെ ഭാര്യ ചിലപ്പോ നിങ്ങൾ അറിയും, ഒരു കാഞ്ചന. ഞങ്ങൾക്ക് കാഞ്ചനയും കൂഞ്ചനയും ഒന്നും അറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ ആരാണ് ഈ കാഞ്ചന? എനിക്കിവിടെ കേട്ട പോലെ തോന്നല്. ബന്ധുര കാഞ്ചന കൂട്ടിയിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ. ആ കാഞ്ചനയാണോ സാർ ഈ കാഞ്ചന? പാട്ട് നന്നായിട്ട്. ആ മ്യൂസിക്കും നന്നായിട്ട്. അതൊക്കെ അവിടെ കിടക്കട്ടെ. നമ്മുടെ ഭാര്യക്ക് നിങ്ങളൊരു ഡിസ്കൗണ്ട് കാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു 300 രൂപയ്ക്ക്. കൊടുത്തിട്ടുണ്ടാവും സാറേ. ദിവസേന നമ്മൾ ഇവിടുന്ന് 10-400 പേർക്ക് കാർഡ് അയക്കുന്നതാണ്. എല്ലാവരും പേര് പോർത്തിരിക്കാൻ പറ്റുമോ? അയ്യോ, അത് പറ്റില്ലല്ലോ സാറേ, ഒരുപാട് പേരുള്ളതല്ലേ. സാറേ, പോലീസുകാരനെയൊക്കെ വിളിച്ചോണ്ട് എന്തിനാണ്? അല്ല, അതിപ്പോ ഈ സാറ് മാത്രല്ല, ജീപ്പിൽ വേറെയും കുറെ സാറുമാരുണ്ട്, വനിതാ പോലീസ് അടക്കം. സാറേ, തെറ്റിദ്ധരിക്കരുത്. ഞങ്ങൾക്ക് വേറെ തൊഴിലൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളൊരു സ്വയം തൊഴിൽ കണ്ടുപിടിച്ചതാണ്. വേറെ വരുമാന മാർഗമില്ല. നിത്യവൃത്തിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? ഇവിടെ എന്താ നടക്കണേന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാൻ ഇവിടെ ഒരു ജോലിക്കാരിയാ. വെറും 3000 രൂപ എനിക്ക് മാസം കിട്ടുന്നത്. അയ്യോ സാറേ, എനിക്ക് 3500. അതെയോ? എന്താ സാറേ ശമ്പളം കൊടുക്കാത്ത? സാർ എവിടെ പോണേ? പോസ്റ്റ്മാനല്ലേ? എനിക്കറിയാം, നല്ല പരിചയമുണ്ട്. ഒരു കൂട്ടത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും അല്ലേ? ഞാൻ കത്ത് കൊടുക്കാൻ വന്നതാ. അറിയാം, നമുക്കറിയാം. സാറേ, എന്നെ വെറുതെ വിടണം സാറേ. ഞാൻ പിന്നെ വെറുതെ വിടും, ഒരാളെ ഉപദ്രവിക്കില്ല സാറേ. ഇവര് കുറെ പാവങ്ങളെ, ഈ നാട്ടിലുള്ള മറ്റുള്ള ആളുകളൊക്കെ ദുഷ്ടന്മാരാണല്ലോ. അപ്പൊ ഇവർക്ക് സ്വയം തൊഴിലായിട്ട് ഇവർക്ക് വേറെ തൊഴിലില്ലാത്തതുകൊണ്ട് അവര് പറ്റിച്ച് കാശുണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതി. ഞങ്ങൾ ആരും പറ്റിക്കുന്നില്ലല്ലോ. പറ്റിച്ചിട്ടില്ല. സോറി, എനിക്ക് അറിയാതെ ഇവരാരും പറ്റിക്കുന്നില്ല. എല്ലാവരുടെയും കാശ് പരമാവധി വസൂലാക്കാനുള്ള ഒരു പദ്ധതി അല്ലേ? അതിനുള്ളത് നമ്മൾ ചെയ്യുന്നുണ്ട്. ആളുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നില്ല, അതാണ്. കാർഡ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഉപയോഗിക്കണ്ടല്ലോ അല്ലേ? ഇവിടെ കയ്യില് ബ്രേസ്ലെറ്റ് ഒക്കെ സെറ്റപ്പായി അല്ലേ? ഒരു കാര്യം ചെയ്യും,
നമുക്ക് ടീമായിട്ടേ വണ്ടി കൊണ്ടുപോകുന്നുണ്ട്. അവിടെ കയറിക്കോ. ഇല്ല സാറേ. പിന്നെ ഞങ്ങൾ പോട്ടെ സാർ, ഞങ്ങൾ പോട്ടെ. വണ്ടി കേറ് മക്കളെ, വണ്ടി കേറ്. പിന്നീട് നമുക്ക് ആലോചിക്കാൻ സമയമുണ്ടല്ലോ. എന്തായാലും എല്ലാവരും കുറച്ച് പൗഡർ പൂശി നിന്നോ, ഒരു ഭംഗി ഉണ്ടായിക്കോട്ടെ. ചാനലുകാർ വരുന്നുണ്ടേ. അയ്യോ അതെന്തിനാണ്? അല്ല, ഒരു പബ്ലിസിറ്റി കിട്ടും കമ്പനിക്ക്. അയ്യോ അത് വേണ്ട സാർ, അത് വേണ്ട സാർ, പ്ലീസ്. അത് വേണ്ട സാർ, ക്ഷമിക്കണം. ഞങ്ങള് ഇനി മേലാൽ ആരും പറ്റിക്കില്ല. അയ്യോ അത് വേണ്ട, നിങ്ങൾ പറ്റിക്കണം. നിങ്ങൾ പറ്റിച്ചില്ലെങ്കിൽ അവരെ വേറെ ആരെങ്കിലും വന്ന് പറ്റിക്കും. കേരളീയർ അങ്ങനെയാ. 100 തവണ പറ്റിക്കപ്പെട്ടാലും 101ാമത്തെ തവണ പറ്റിക്കപ്പെടാൻ അവരിങ്ങനെ കാത്തു നിൽക്കും. വളരെ കറക്റ്റാണ് പറഞ്ഞത്. അതുകൊണ്ടാണല്ലോ ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് ഇങ്ങനെ തുടങ്ങാൻ പറ്റിയത്.